ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിനൽ എക്സാമിനേഷൻ 2023 നമ്മുടെ 9th ചാപ്റ്ററായ ജാമിതിയും ബീജഗണിതവും ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 2023 ഒരു 2-3 ചോദ്യങ്ങൾ ഈ ജോമെട്രി ആൻഡ് ആൾജിബ്ര അല്ലെങ്കിൽ ജാമിതിയും ബീജഗണിതവുമായി ബന്ധപ്പെട്ട്, അഥവാ അതിൻ്റെ പാരലോഗ്രാമിൻ്റെ 4th വെർട്ടെക്സ്, അതേപോലെ മിഡ് പോയിന്റ്, ഫസ്റ്റത്തെ 2 വർക്ക്ഷീറ്റ് കേട്ടോ. ഫസ്റ്റത്തെ 2 വർക്ക്ഷീറ്റിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വർഷം നമുക്ക് ചിലപ്പോൾ അതിലേറെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. കാരണം നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് നമുക്ക് സാധാരണ 4 ചാപ്റ്ററിൽ നിന്നാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം നമുക്ക് 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിനും ചിലപ്പോൾ 9th നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ, അഥവാ ബാക്കിയുള്ള ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ നല്ല ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ കോർഡിനേറ്റ് ഓഫ് 3 vertices ഓഫ് എ പാരലോഗ്രാം ആർ ഗിവൺ. ചിത്രത്തിൽ ഒരു സാമാന്തരികത്തിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിരിക്കുന്നു. അതായത് കോർഡിനേറ്റ് ഓഫ് ദ 4th വെർട്ടെക്സ്, 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എഴുതുക. ഓക്കെ, അപ്പോൾ 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എഴുതണം. നോക്കിയാൽ 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ ഞാനൊന്ന് പറയണം കേട്ടോ. 3 മൂലകൾ തന്നിട്ടുണ്ട്, 4ാമത്തെ മൂലയാണ് കാണേണ്ടത്. എക്സ് കാണാൻ എതിർമൂലകളിലെ എക്സുകൾ തമ്മിൽ കൂട്ടുക. 9ഉം 5ഉം കൂട്ടുക. 9 5ഉം കൂട്ടിയാൽ 14. അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, 9 5ഉം 14, 14 3 പോയാൽ ബാക്കി നമുക്ക് 11 എന്ന് കിട്ടും. ഇനി വൈ കാണാൻ ഇവിടുത്തെ വൈകൾ, എതിർമൂലകളിലെ വൈകൾ തമ്മിൽ കൂട്ടുക. 8ഉം 6ഉം കൂട്ടുക. 8 2 10 4 14. 14 ഈ 4 മൈനസ് ചെയ്യാം. അപ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ എതിർമൂലകൾ കിട്ടിയല്ലോ. ഇനി ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഇന്റർസെക്റ്റിംഗ് ഓഫ് ദ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കാണാനാണ്. ഓക്കെ, ഇത് 11 10. ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും, ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ആ വികർണങ്ങൾ കൂട്ടിമുട്ടുന്നത് അതിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും 2 മൂലയുടെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. എങ്ങനെ മിഡ് പോയിന്റ് കാണാം? മധ്യബിന്ദു കാണാം. എക്സുകൾ കൂട്ടുക, അതിൻ്റെ പകുതി. അപ്പോൾ ഇവിടുന്ന് 9 5ഉം കൂട്ടിയാൽ 14, 14ൻ്റെ പകുതി 7. 8 2 10 4 14, 14ൻ്റെ പകുതി 7. കണ്ടോ, 7 7 വരിക. ഇനിയിപ്പോൾ ഈ മൂലകൾ എടുത്താലും അങ്ങനെ തന്നെ സംഭവിക്കുക. നോക്കിയാൽ 3, ഇവിടെ 11 എന്ന 10 അത് ഇവിടെ ഉണ്ട്. അപ്പോൾ 3ഉം 11ഉം 14, അതിൻ്റെ പകുതി 7. 10 4 14, അതിൻ്റെ പകുതി 7. കണ്ടോ, അപ്പോൾ പാരലോഗ്രാമിൻ്റെ 4ാമത്തെ മൂല എങ്ങനെ കാണാം? എതിർമൂല, നമുക്ക് തന്നിട്ടുള്ള 3 മൂലകളിൽ എതിർമൂലകൾ തമ്മിൽ കൂട്ടുക, മറ്റത് മൈനസ് ചെയ്യുക. ഇനി മിഡ് പോയിന്റ് കാണാനോ? എക്സുകൾ കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. വികർണങ്ങൾ പരസ്പരം എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും. അപ്പോൾ 9 + 5/2, 6 + 8/2, 14/2, 14/2, 7 7. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇൻ എ സർക്കിൾ ദ കോർഡിനേറ്റ് ഓഫ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് എ ഡയമീറ്റർ ആർ 2 8 10 14. ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ. വൃത്തകേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. പിന്നെ റേഡിയസ് കാണണം. 9 15 ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണോ? എന്തുകൊണ്ട്? അപ്പോൾ നോക്കിയേ, വ്യാസത്തിന്റെ 2 അറ്റങ്ങളാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളായിട്ട് തോന്നുന്നില്ല അല്ലേ? ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ ഡയമീറ്റർ, ഇപ്പോൾ ഇതിങ്ങനെ ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ 2 അറ്റങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡയമീറ്റർ സെൻറ്റർ എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ സെൻറ്റർ അല്ലേ? സർക്കിളിൻ്റെ വ്യാസത്തിൻ്റെ മധ്യബിന്ദു ആണല്ലോ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ 2 പോയിന്റ്സുകൾ ഡയമീറ്റർ അല്ലേ? ഈ 2 പോയിന്റ്സുകൾ ഡയമീറ്ററിൻ്റെ 2 അറ്റമല്ലേ? അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. മനസ്സിലായോ? ഇത് ഡയമീറ്ററിൻ്റെ 2 അറ്റാണല്ലോ. അപ്പോൾ ഡയമീറ്ററിൻ്റെ മിഡ് പോയിന്റ് ആണ് നമ്മളുടെ എന്ത് പറയുന്നത്, മറ്റേ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. സെൻറ്റർ പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എക്സുകൾ കൂട്ടി 10 + 2/2, 14 + 8/2. 10ക്ക് 2 കൂട്ടിയാൽ 12, 14ക്ക് 8 കൂട്ടിയാൽ 8 4 12 22. 12ൻ്റെ പകുതി 6, 22ൻ്റെ പകുതി 11. അപ്പോൾ സെൻറ്റർ കിട്ടിയ എത്രയാ? 6 11. ഓക്കെ, സർക്കിളിലുള്ള 2 പോയിന്റുകളാണ്, ഒന്ന് 2 8ഉം ഒന്ന് 10 14. ഇനി അടുത്ത കാണേണ്ട ഫൈൻഡ് ദ റേഡിയസ് ആണ്. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 6 11 ആൻഡ് 2 8. ഓക്കെ, 6 11 സെൻറ്ററാണ്. 6 11 സെൻറ്ററാണ്. സെൻറ്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ഒരു അറ്റാണ് 2 8. ഇനി 10 14ക്കുള്ളതും കണ്ടാലും മതി കേട്ടോ. 6 11ഉം 10 14ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും കണ്ടാൽ മതി. അല്ലെങ്കിലോ 6 11 8 2
സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിലേക്കുള്ളതാണല്ലോ. അപ്പോൾ സെൻറ്റർ 6.14 ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി. ഓക്കെ, റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തു 6 മൈനസ് 2 11 മൈനസ് 8. ഓക്കെ, 6 2 പോയാൽ 4 കിട്ടും, 11 8 പോയാൽ നമുക്ക് 3 കിട്ടും. 4ൻ്റെ സ്ക്വയർ 16 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്. 16ക്ക് 9 കൂട്ടിയാൽ 25 കിട്ടും. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 5. സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 5. ഇനി 9 5 അല്ലേ, സർക്കിളിൻ്റെ റേഡിയസ് കിട്ടി. 9 15 ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കാണുക? സെൻറ്ററിൽ നിന്നും 9 15ലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി. അത് 5 ആണെങ്കിൽ അത് സർക്കിളിലായിരിക്കും. 5ൽ കൂടുതലാണെങ്കിൽ അത് സർക്കിളിന് പുറത്തായിരിക്കും അല്ലേ. കാരണം സർക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ എവിടേക്കുള്ള ദൂരം എടുത്തു കഴിഞ്ഞാൽ അത് റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേഡിയസിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും, റേഡിയസിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലായിരിക്കും. അപ്പോൾ ഈ 2 പോയിന്റുകൾ സെൻറ്റർ 6 11 ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 9 15 എവിടെയെന്നാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നും ഇതിലേക്കുള്ള അകലം കാണുക, അത് റേഡിയസിന് ഈക്വൽ ആണോ നോക്കുക. ഓക്കെ, അപ്പോൾ റൂട്ട് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. 9 മൈനസ് 6 15 മൈനസ് 11. 9ന്ന് 6 പോയാൽ 3 കിട്ടും, 15ന്ന് 11 പോയാൽ 4 കിട്ടും. 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്, 25 5 കറക്റ്റാണ്. ഈക്വൽ ടു റേഡിയസ് ആണ്. റേഡിയസ് 5 അല്ലേ, ഈക്വൽ ടു റേഡിയസ് ആണ്. അപ്പോൾ ഇത് എവിടെയാണ്? ഓൺ ദ സർക്കിൾ ആണ്, സർക്കിളിലെ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഈക്വൽ ടു ദ റേഡിയസ് ആരത്തിന് തുല്യമാണ്. അപ്പോൾ 9 15 എന്ന് പറയുന്നത് വൃത്തത്തിലെ ബിന്ദുവാണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡ്രോ ദ ആക്സസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് P45 Q20 R50. XY അക്ഷങ്ങൾ വരച്ച് ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താനാണ്. കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഒരു സ്കെയിൽ ഉപയോഗിച്ചാണ്ട് X ആക്സിസും Y ആക്സിസും വരക്കണം. എന്നിട്ടോ X ആക്സിസും Y ആക്സിസും വരച്ചിട്ട് കറക്റ്റ് ഓരോ സെൻറ്റിമീറ്ററുകൾ മാർക്ക് ചെയ്തിട്ട് ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യണം. ഞാനിവിടെ രണ്ടാമത്തെ കൂടി ചേർത്തുകൊണ്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. രണ്ടാമത് നമ്മളോട് പറഞ്ഞത് ആ പോയിന്റുകൾ ജോയിൻ ചെയ്താണ്ട് എന്ത് ചെയ്യണം? ഈ പാരലോഗ്രാം വരക്കണം. ആദ്യം P4 5 X-ന്ന് 4ഉം Y-ന്ന് 5 കൊടുത്താണ്ട് ഞാൻ 4 5 വരച്ചു. 6 5 0 X-ൽ 5 Y-ൽ 0 അപ്പോൾ ഇവിടെ വരും. പിന്നെ Q2 0 X-ൽ 2 Y-ൽ 0 ഇതാ അപ്പോൾ 2 0. ഞാൻ ആ ചിത്രം വരച്ചിട്ട് രണ്ടാമത്തെ ചോദ്യമായിരുന്നു. മനസ്സിലായില്ലേ? ആക്സിസ് വരക്കുക, ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, പോയിന്റ് അടയാളപ്പെടുത്തുക. രണ്ടാമത് പറഞ്ഞത് പാരലോഗ്രാം PQRS ഈസ് റോൺ വിത്ത് SS ഫോർത്ത് വെർട്ടെക്സ്. ഫോർത്ത് വെർട്ടെക്സ് X ആയിട്ടൊരു പാരലോഗ്രാം വരച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ Pന്ന് Qലോട്ടും വരച്ചു. ഇവിടുന്ന് 6 ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ആക്സിസിന് പാരലൽ, X ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ ഇവിടെ വരച്ചു. പിന്നെ നമ്മളുടെ PQന് പാരലായിട്ട് 6ഉം വരച്ചു. ആ 2 ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഞാൻ S എന്നും കൊടുത്തു. എങ്ങനെയാണ് ഫോർത്ത് വെർട്ടെക്സ് S വരച്ചത്? Pയിൽ നിന്നും ഒരു പാരലൽ ലൈൻ, Xന് പാരലായിട്ട് ഒരു പാരലൽ ലൈൻ വരച്ചു Pയിൽ നിന്ന്. പിന്നെ PQന് പാരലായിട്ട് Rൽ നിന്നും ഒരു ലൈനും വരച്ചു. ഈ 2 ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഞാൻ S എന്ന് കൊടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് S 4ാമത്തെ മൂലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എതിർമൂലകൾ കൂട്ടുക, മറ്റത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ X 4ഉം ഇവിടുത്തെ X 5 ആണ്. 5 4ഉം കൂട്ടുമ്പോൾ എത്രയായി? 9 ആയി. 9ന്ന് 2 പോയാൽ 7 കിട്ടും. ഓക്കെ, 9ന്ന് 2 പോയാൽ 7 കിട്ടും. ഇനി ഇവിടുത്തെ Y 5 ആണ്, ഇവിടുത്തെ Y 0 ആണ്. 5ക്ക് 0 കൂട്ടിയാൽ 5, ഇവിടുത്തെ Y 0, അത് മൈനസ് ചെയ്യുക 5. അപ്പോൾ S കിട്ടിയ എത്രയാ? 7 5. S കിട്ടിയ എത്രയാ? 7 5. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം. ദ ഫിഗർ ABCD ഈസ് എ റോംബസ്. ABCD ഒരു റോംബസ് ആണ്. സൈഡ് ഓഫ് ദ റോംബസ് ആർ ഈക്വൽ ടു AC. റോംബസിന്റെ സൈഡുകൾ ACക്ക് ഈക്വൽ ആണ്. അപ്പോൾ ACയുടെ ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ റോംബസിന്റെ സൈഡ് കിട്ടും അല്ലെ. ചിത്രത്തിൽ ABCD ഒരു സമഭുജ സാമാന്തരികമാണ്. സാമാന്തരികത്തിന്റെ വശങ്ങൾ ACക്ക് തുല്യമാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AC. ആദ്യം ACയുടെ നീളം കാണണം. ACയുടെ നീളം കാണാൻ നോക്കി, Y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ X കോർഡിനേറ്റ് നമ്മളുടെ ഡിസ്റ്റൻസ് കണ്ടാൽ പോരെ. 8 - 2 എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പോൾ റോംബസിന്റെ സൈഡ് റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് AC. ACയുടെ മിഡ് പോയിന്റ് കാണണം. Xകൾ കൂട്ടുക, അതിന്റെ പകുതി കാണുക. 8ഉം 2ഉം കൂട്ടിയ 10, 10ന്റെ പകുതി 5. Y എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ 5 0. അപ്പോൾ AC 6 കിട്ടി. ACയുടെ മിഡ് പോയിന്റ് എത്ര കിട്ടി? 5 0 കിട്ടി. ഇനി അടുത്ത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് B ആൻഡ് D. ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റുകൾ കാണാനാണ്. ആദ്യം AC 6 കിട്ടി, പിന്നെ മിഡ് പോയിന്റും കിട്ടി അല്ലേ. ഞാനിവിടെ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു കേട്ടോ. നോക്കിയാൽ
ഇവിടെ 3 3 6 അതിനെ ഡയഗണൽ എന്താ പറയുക ബൈസെക്ട് ചെയ്യും. എ സിക്ക് ഈക്വൽ ആണ് സൈഡ്, അപ്പോൾ ഇവിടെ 6 6. ഇനി ഈ നീളം കിട്ടിയാൽ പോരെ. ഈ നീളം എത്രയാണോ ഈ നീളം, ഞാൻ ഈ വരച്ച ഈ നീളം എത്രയാണോ ആ നീളം തന്നെയാണ് ഇങ്ങോട്ടും ഉണ്ടാവുക. ഓക്കെ, ഇത് എ സി എന്ന് പറയുന്നത് എക്സ് ആക്സ് ആണ്. വൈ കോർഡിനേറ്റ് 0 ആകുമ്പോൾ എക്സ് ആക്സ് ആണ്. അപ്പോൾ ഇവിടെ 6 3 90 ഓപ്പോസിറ്റ് 6, അപ്പോൾ ഇവിടെ 3√3 എന്ന് വരും. എ സി സൈഡാണ്, അപ്പോൾ എ സി ഈക്വൽ ടു 6 കിട്ടും. ഇനി നമ്മൾ പൈതഗോറസ് വെച്ച് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് റേഷ്യോ വെച്ചിട്ടും കണ്ടുപിടിക്കാം കേട്ടോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. 3ന്റെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ 36, 9 ഇപ്പുറം വരുമ്പോൾ 36 - 9 27. മനസ്സിലായില്ലേ? എ 3 എടുത്തു, ബി നമുക്കറിയില്ല, എച്ച് 6 ആണ്. അപ്പോൾ 3ന്റെ സ്ക്വയർ 9, 6ന്റെ സ്ക്വയർ 36. ഈ 9 ഇപ്പുറം കൊടുന്നു, 36 9 പോയാൽ 27, 27ന്റെ റൂട്ട് നമുക്കറിയില്ല. 27 9 × 3 എഴുതി, 3√3. ഞാൻ ഇത് പൈതഗോറസ് വെച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കിത് റേഷ്യോ വെച്ചിട്ട് എഴുതട്ടോ മക്കളെ. നോക്കി, ഇവിടെ 3 6 3 6 വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 2ന്റെ ഓപ്പോസിറ്റ് 1, ആ റേഷ്യോയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി √3 ആണ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ 3√3. ആംഗിൾസ് നമുക്ക് തന്നിട്ടില്ല, ആംഗിൾസ് തരാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് പൈതഗോറസ് യൂസ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ നോക്കിയാൽ 6ന്റെ പകുതിയാണ്, ഹൈപ്പോട്ടനസ് 6 ആണ്, 6ന്റെ പകുതി ഒരു സൈഡ് ഉണ്ട്, അപ്പോൾ 2 1 പിന്നെ √3 അല്ലേ. ഓക്കെ, അപ്പോൾ 3√3 വരും. താഴത്തേക്കും 3√3 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എക്സ് 5 ആണ്, മിഡ് പോയിന്റ് 5 ആണല്ലോ. മിഡ് പോയിന്റ് എക്സ് 5 ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ എക്സ് 5 ആണ്. അപ്പോൾ എക്സ് 5 ആണ്, വൈ 3√3 കിട്ടും. അപ്പോൾ 5 3√3. താഴത്തേക്ക് വരുമ്പോൾ അത് മൈനസ് ആവും. താഴത്തേക്ക് വരുമ്പോൾ എന്താവും മൈനസ് ആവും. കാരണം ഇത് എ സി എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. കാരണം വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് താഴത്തേക്ക് വരുമ്പോൾ വൈ കോർഡിനേറ്റ് എന്താവും 0. എക്സ് 5 തന്നെയാണ്, ഡി 3√3 തന്നെയാണ് വരിക, പക്ഷെ അതെന്താവും നെഗറ്റീവ് ആകും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഈ 4 ചോദ്യങ്ങളാണ് 2023 ജോമെട്രി ആൻഡ് അൾജിബ്ര അഥവാ ജാമിതിയും ബീജഗണിതങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് 2019 2022 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ വരുന്ന ബുധനാഴ്ച 11-ാം തീയതി 2024 ഡിസംബർ 11-നാണ് ഈ 2024 നമ്മളുടെ ക്രിസ്മസ് എക്സാം വരുന്നത്. മാത്സ് ഫസ്റ്റ് തന്നെ മാത്സ് ആണ്. എല്ലാവരും ഒരു ടെൻഷനും ഇല്ലാതെ പഠിച്ച സാധനം എന്താണോ അത് എഴുതാനാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി പോവുക. പഠിച്ചത് എഴുതി പോരുക. ഓക്കെ, അപ്പുറത്തിരിക്കുന്നവരുടെ പേപ്പറൊന്നും നോക്കേണ്ടതൊന്നും നമുക്ക് വേണ്ട. ചിലപ്പോൾ അതൊക്കെ തെറ്റായിരിക്കും. അങ്ങനെ കുറേ കുട്ടികൾ തെറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ശരി എഴുതിയിട്ട് അപ്പുറത്തിരിക്കണം നോക്കിയിട്ട് നമ്മൾ ശരി എഴുതിയത് വെട്ടിയാണ്ട് ചിലപ്പോൾ തെറ്റൊക്കെ എഴുതി വെക്കും. നമ്മൾ പഠിച്ചത് എന്താണോ അത് നമ്മൾ എഴുതി വെക്കുക, അതിനുള്ള മാർക്ക് വാങ്ങുക. എങ്കിലാണ് ഇനി അടുത്ത എക്സാമിന് നമുക്ക് നമ്മളെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാക്സിമം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. പൊരുതി തോറ്റാ പോട്ടെ എന്ന് വെക്കണം. ഓക്കെ, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന മാർക്ക് അതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന മാർക്കിലല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. നമ്മൾ പഠിച്ചത് എത്രയാണ് അത് നമുക്ക് അറിയുമ്പോൾ ഇതാണ് ഞാൻ ഇത്ര പഠിച്ചത്. ഇനി എനിക്ക് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ മോഡൽ വരുന്നുണ്ട്, മാർച്ചിൽ പബ്ലിക് വരുന്നുണ്ട്, അതിന് ഞാൻ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഒരു മാർക്ക് നോക്കിയിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചത് എന്താണോ അത് എഴുതുക. നമുക്ക് കിട്ടിയ മാർക്ക് സ്വയം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ സ്വയം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി ഇപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളെ ക്രിസ്മസ് എക്സാമിൻ്റെ വീഡിയോസ് കഴിഞ്ഞു. ഇനി നമ്മൾ ജോമെട്രി ആൻഡ് അൾജിബ്രയിലെ ബാക്കി വരുന്ന ചോദ്യങ്ങളും അതേപോലെ തന്നെ അത് കഴിഞ്ഞ് പോളിനോമിയൽസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന 2 ചാപ്റ്ററും കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കുക. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും നന്നായിട്ട് പഠിക്കട്ടെ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളിനി ക്രിസ്മസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് ഫസ്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ വെരി 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 ബെസ്റ്റ് ആൻഡ് ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആൻഡ് see you soon. Okay, thank you for watching this video.